ദോശ, പുട്ട്, ഇഡ്ഡലി, നൂൽപുട്ട് ഇതൊക്കെ തന്നെയാണ് എല്ലാവരെയും പോലെ എൻ്റെ കിച്ചണിലും സാധാരണ ഉണ്ടാവുന്ന ചായക്കടികൾ കേട്ടോ. പക്ഷേങ്കിൽ ഇന്ന് ഞാനൊന്നങ്ങോട്ട് മാറി ചിന്തിച്ചിട്ടുണ്ട്. എന്നും ഒരേപോലത്തെ ഭക്ഷണമാകുമ്പോൾ കുട്ടികൾക്ക് ഒരു മടുപ്പ് തന്നെയാണല്ലോ. ഇന്ന് ഞാൻ വിചാരിച്ചു അരിപ്പൊടി കൊണ്ടുള്ള ഒന്നും വേണ്ടാന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ രാവിലത്തെ ചായക്കടി. ഇത് വലിയ വെറൈറ്റി റെസിപ്പിയും കാര്യങ്ങളൊന്നുമല്ല. പണ്ട് മുതലേ ഉമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെ കേട്ടോ. ഇത് റെസിപ്പി പറയണമെന്നുണ്ടെങ്കിൽ മൈദ വെച്ചിട്ടും ആട്ടപ്പൊടി വെച്ചിട്ടൊക്കെ ചെയ്യാട്ടോ. അത് ആവശ്യത്തിന് എടുത്തിട്ട് അതിലേക്ക് തേങ്ങ, ഉപ്പ്, വെള്ളമൊക്കെ ചേർത്ത് കുഴച്ചിട്ട് പരത്തി ചുട്ടെടുക്കുക. ഈ ചുടുന്നതിലാണ് ഇതിൻ്റെ ഒരു രുചി എന്നാണ് തോന്നുന്നത്. ഇതേപോലത്തെ ഇരുമ്പ് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒക്കെ തേച്ചിട്ട് ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പണ്ടൊക്കെ ഉമ്മമാർ ചെയ്യുന്നത് വാഴൻ്റെ ഇലയൊക്കെ വെട്ടി കൊണ്ടുവന്നിട്ട് അതിൽ റൗണ്ടായിട്ട് ഇങ്ങോട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കുകയാണ്. ഞാൻ അതിലത്ര ഒരു എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് പത്തിരി പ്രസ് വെച്ചിട്ട് അതേപോലെ പ്രസ് ചെയ്തിട്ടാണ് ചുട്ടെടുക്കുന്നത്. നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇതൊക്കെ പണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ അത്രയും ടേസ്റ്റ് കിട്ടില്ലെങ്കിലും ഏകദേശം അതിൻ്റെ അടുത്തേക്ക്. തലേദിവസത്തെ മീൻകറി സൂപ്പറാണ്. ഇന്ന് ഞാൻ കുറച്ച് കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് തലേദിവസത്തെ മീൻകറിയൊക്കെ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയില്ല. അപ്പോൾ വേണ്ടത് കൂട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ മോനോന് ട്യൂഷൻ ഉണ്ട്, അവനക്ക് ചായയൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കി പറഞ്ഞയച്ചിരിക്കണം കേട്ടോ. ഈ അടുപ്പിൻ്റെ ചുറ്റും ഈ കാണുന്നത് നമ്മൾ സിയു ബേബിൻ്റെ ഫുഡാണ് കേട്ടോ. ഇത് കുന്നക്കായ വെട്ടി ഉണക്കിയതായിരുന്നു. അപ്പോഴേക്കും മഴൻ്റെ കാറും കോളൊക്കെ വന്നപ്പോൾ പിന്നെ വെയിലത്തിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് കണ്ടമ്മ വിളിച്ച് പറഞ്ഞതായിരുന്നു ഇങ്ങനെ അടുപ്പിൻ്റെ സൈഡ് നല്ല ക്ലീനാക്കി തുടച്ചതിൻ്റെ ശേഷം അവിടെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അല്ലാന്നുണ്ടെങ്കിൽ പോപ്പിൽ വന്നിട്ട് കേടായി പോവും. അപ്പോൾ അതങ്ങോട്ട് സെറ്റാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അടുപ്പ് കത്തിച്ചിരിക്കുന്നത് കേട്ടോ. ബേബിൻ്റെ ഫുഡല്ലേ, അത് നമ്മൾ നല്ലപോലെ കെയർ ചെയ്തില്ല. നമ്മൾ ബേബിക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല പനി, കഫക്കെട്ട്, ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ 2-3 ദിവസം ആവി പിടിക്കണത് നല്ലതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനെയും കൊണ്ട് വന്നതാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴല്ലേ അറിഞ്ഞത് ഈ ഒരു ആവി പിടിക്കൽ പരിപാടി നല്ല ടാസ്ക് ആയിരുന്നു എനിക്ക്. ഞാനും ഈ കുഞ്ഞി ചെക്കനെയും കൂടെ നല്ല മൽപ്പിടുത്തം നടത്തിയിട്ടാണ് അതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി കണ്ടില്ലേ, ആൾക്ക് വലിയ ഉഷാറൊന്നുമില്ല കേട്ടോ. പനിയും ജലദോഷമൊക്കെ ആയാൽ പിന്നെ അവർ ഉഷാറൊക്കെ പോകാൻ വേറെ കാരണമൊന്നും വേണ്ടല്ലോ. നമ്മൾ ഡൈനിങ് ഹാളിൽ ഫാന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ശരിയാക്കാൻ തന്നെ പിക്കാരനെ ശരിയാക്കിയിട്ട് കാര്യമില്ല, അത് മാറ്റി വെക്കുക തന്നെ വേണം. കാരണം ആൾ കുറേ പഴക്കമുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ കടയിലേക്ക് വിളിച്ചെറിഞ്ഞ് പുതിയ ഫാനും ഫിറ്റ് ചെയ്യാനുള്ള ആളൊക്കെ വന്നിട്ട് അതങ്ങോട്ട് ഫിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വെച്ചിട്ടുള്ള പുതിയ ഫാൻ കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുട്ടീനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകലും വരലൊക്കെ ആയിട്ട് നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് മടിയും ക്ഷീണം എല്ലാം കൂടെ ആയി. അപ്പോൾ ഇക്ക വിളിച്ചിട്ട് ഓർഡർ ചെയ്തതായിരുന്നു ഈ ഫുഡ് കേട്ടോ. മക്കളാണെങ്കിൽ കുറച്ച് ദിവസമായി ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കഴിക്കണം എന്നിങ്ങനെ പറയുകയാണ്. ഇവിടെ നമുക്ക് ഓർഡർ ചെയ്യാനല്ല ബുദ്ധിമുട്ട്, എന്ത് ഓർഡർ ചെയ്യും എന്നാണ്. കാരണം ഒരാൾക്ക് അൽഫാം, ഒരാൾക്ക് ബ്രോസ്റ്റ്, അങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്ക എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ചൊക്കെ അങ്ങോട്ട് ഓർഡർ ചെയ്തിരിക്കണം. അതിൻ്റെ കൂടെ ഇക്കാൻ്റെ സ്പെഷ്യലായിട്ട് ആവോലി പൊള്ളിച്ചതെന്ന് പറഞ്ഞിട്ട് അതും ഓർഡർ ചെയ്തിരിക്കണം. പക്ഷേങ്കിൽ നമ്മളെ കൈ കിട്ടിയപ്പോൾ പൊള്ളിച്ചതൊന്നുമില്ല, വെറും ഫ്രൈ മാത്രമാണ്. അൽഫാമും ബ്രോസ്റ്റൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നെങ്കിലും ആ ഒരു മീൻ പറ്റിച്ചുട്ടാ, അതൊട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. വേണ്ടായിരുന്നു, ഓർഡർ ചെയ്യണ്ടായിരുന്നു എന്ന് വല്ല വട്ടം തോന്നിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, സീ യു.